ചെറുപ്രായത്തിലെ ഉപ്പയെ നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ജസിയ. അവളുടെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ സന്തോഷമെന്ന് നടന്നിട്ടില്ല. അവളുടെ കൂട്ടുകാർ എല്ലാവരും വാപ്പയുമായി വരുമ്പോൾ അവളുടെ വാപ്പയില്ലാതെ അവൾ ഉമ്മയ്ക്കൊപ്പമായിരുന്നു വന്നിരുന്നത്. അന്നൊക്കെ അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞിരുന്നു. എൻ്റെ ഉപ്പ എന്നെ വിട്ടുപോയല്ലോ എന്നുള്ള വേദന അവളെ എന്നും വേട്ടയാടിയിരുന്നു. എന്നാൽ ഒരു കുറവുകളും വരുത്താതെ അവളെ പൊന്നുപോലെ വളർത്തിയ ഒരു ഉമ്മയുണ്ട്. മകളുടെ ഓരോ കാലടികളും വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ടിരുന്ന ഉമ്മ, അവളുടെ ജീവിതത്തിൽ അവൾക്ക് നന്മ മാത്രം ആഗ്രഹിച്ചിരുന്ന ഉമ്മ, അവൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഉമ്മ, അവളെ എങ്ങനെയെങ്കിലും നല്ല നിലയിൽ വിവാഹം കഴിപ്പിക്കണമെന്നും നല്ല വിദ്യാഭ്യാസം നൽകണമെന്നും മാത്രമായിരുന്നു ഈ ഉമ്മ ആഗ്രഹിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും. അതിനുവേണ്ടി ഈ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അവൾ അവളുടെ വേദനകളെല്ലാം മറന്നിരുന്നത് അവളുടെ ഉമ്മയുടെ മുഖം കാണുമ്പോഴായിരുന്നു. ഈ മകളെ ചേർത്ത് നിർത്തി ഈ ഉമ്മ ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതൊന്നും ദൈവം സമ്മതിച്ചില്ല. അവളുടെ വിവാഹം കഴിഞ്ഞതോടെ ഉമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. തൻ്റെ മകളെ പൊന്നുപോലെ നോക്കുന്ന ഒരു രാജകുമാരനെ തന്നെയാണ് ഈ മകൾക്ക് ഉമ്മ കണ്ടെത്തിയതും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം മകളെ തേടിയെത്തുമെന്ന് ഈ ഉമ്മ ആഗ്രഹിച്ചു. എന്നാൽ ജസിയയുടെ വിവാഹം കഴിഞ്ഞ് 3 മാസം ഇടുത്തി പോലെ ആ വലിയ വാർത്ത ഉമ്മയുടെ ചെവികളിലേക്ക് എത്തി. തൻ്റെ മകൾ ഒരു ക്യാൻസർ രോഗിയായിരിക്കുകയാണ്. അന്നു മുതൽ ഈ ഉമ്മ നെഞ്ച് നീറിയാണ് ജീവിച്ചിരുന്നത്. തൻ്റെ മകൾക്കൊന്നും പറ്റരുത്, അവളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരാവൂ. ചെറുപ്പം മുതലേ അവൾ സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല. എൻ്റെ മകൾക്ക് എപ്പോഴും ഒരു സന്തോഷമായ ജീവിതം നൽകണേ നാഥ എന്ന് ഈ ഉമ്മ പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാം വെറും വാക്കുകളായി തന്നെ ഒതുങ്ങി. ഒടുവിൽ അവൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞപ്പോൾ ഈ ഉമ്മ ഒറ്റയ്ക്കായിരിക്കുകയാണ്. ഈ ഉമ്മയ്ക്ക് ഈ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളായിരുന്നു ഈ ഉമ്മയുടെ ലോകം. അവളുടെ ചിരിയും കളിയുമെല്ലാം കാണുന്നതായിരുന്നു അവരുടെ സന്തോഷം. എന്നാൽ ആ സന്തോഷം ഏറെ നാൾ നിലനിന്നില്ല എന്നത് മാത്രമാണ് സത്യം. ഇപ്പോൾ ആഷിക്കാണ് ഈ ഉമ്മയ്ക്ക് മകനായിരിക്കുന്നത്. ആഷിക്ക് അത് പറയുന്നു, ഇനി ഈ ഉമ്മയ്ക്ക് മകനായി ഞാനുണ്ടാവും. എൻ്റെ ജസിയയുടെ ഉമ്മയെ ഞാൻ എൻ്റെ ഉമ്മയെ പോലെ നോക്കും, എല്ലാ കാര്യങ്ങളും നൽകും. ഇനി എനിക്ക് അമ്മായിയമ്മയല്ല, മറിച്ച് അമ്മയാണ്. ഇനി അമ്മയ്ക്ക് മകളല്ല ഉള്ളത്, ഒരു മകനാണുള്ളത്. വാക്ക് നൽകുകയാണ് ആഷിഖ്. എന്നും ആഷിഖ് ഈ ഉമ്മയ്ക്കൊപ്പം ഉണ്ടാകണമെന്ന് ഓരോരുത്തരും കമൻറ്റുകളിലൂടെയും ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ ജീവിതത്തിൽ എല്ലാം നിലച്ച അവസ്ഥയിലാണ് ആഷിക്കുമുള്ളത്. താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയതമ തന്നെ വിട്ട് ഇത്രയും വേഗം പോകുമെന്ന് ഒരിക്കലും അദ്ദേഹവും കരുതിയിരുന്നില്ല. എന്നാൽ ഇനി ഈ ഉമ്മയ്ക്ക് നിഴലായി ജീവിക്കണമെന്നാണ് ഇപ്പോൾ ആഷിഖ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.